മോർണിംഗ്. രാവിലെ നേരത്തെ അല്ല, ഒരു 7-7:30 ആകുമ്പോഴാണ് എണീറ്റ് അപ്പം മുതലേ സാഡ് ന്യൂസാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് COVID-19 പോസിറ്റീവായ ഒരാൾ ഉണ്ടെന്നും ആൾ കല്യാണ വീട് അവിടെ അടുത്ത് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, ആ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്നും ഒരുപാട് പേര് ക്വാറൻറ്റൈനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം തന്നണമെന്നും നമ്മുടെ ഒരു ഏരിയ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് രാവിലെ തന്നെ കേട്ടത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു സാഡ് ന്യൂസായിട്ടാണ് രാവിലെ എണീറ്റ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇങ്ങനത്തെ ന്യൂസൊക്കെ അറിഞ്ഞത് കേട്ടോ. പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കിങ്ങിണീനെ കാണാനില്ല. കിങ്ങിണി ഇതെങ്ങനെ റോഡ് സൈഡിൽ പോയി നിൽക്കും. അതാണ് നമ്മൾ മെയിൻ പ്രശ്നം. മക്കൾ രണ്ടാളും ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വലിയൊരു സീനായതിനെക്കൊണ്ട് നമ്മളിങ്ങനെ എന്താ ചെയ്യാമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുള്ളതും അവർ നമ്മൾ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി. മക്കൾക്ക് രണ്ടുപേർക്കുള്ള ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അലക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്കാണ്ട് പോയി. പിന്നെ ബാക്കി ഉള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് പോകുന്നുണ്ട്. മാസ്ക് ഇടാത്ത ആളുകൾ വരെ മാസ്ക് ഇട്ട് സെക്യൂറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേഗം മാറ്റിക്കോ, ഓട്ടോ വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ പോകാൻ വേണ്ടി മാറ്റി ഇറങ്ങിയപ്പോൾ അമ്മിണി പോകുന്നില്ല. അമ്മിണി അവിടെ തന്നെ നിന്നു. അമ്മിണിക്ക് ഭയങ്കര കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ട് അവിടെ തന്നെ നിന്നപ്പോൾ ഞാനും കിങ്ങിണിയും കൂടെ ഓട്ടോ എടുത്തിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് പോന്നു. രാമനാട്ടുകര ഭാഗത്തോട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ രാമനാട്ടുകര ഫുൾ ചെക്കിംഗ് ആയിരുന്നു. കുട്ടീനെ ബൈക്കിൽ കൊണ്ടുപോകണ കുട്ടികളുള്ള ബൈക്കൊക്കെ തടഞ്ഞു വെച്ചിട്ട് തിരിച്ചു വിടുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. കിങ്ങിണി ഇവിടെ എത്തി ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടീനെ കയ്യിൽ വെച്ചോക്കാം വിടട്ടെ. അമ്മിണി ഇല്ലാതെ കിങ്ങിണി നിൽക്കൂല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. എങ്ങോട്ടേക്കും കൊണ്ടുപോകുമ്പോൾ കിങ്ങിണീനെയും അമ്മിണീനെയും വേണം. പക്ഷെ അമ്മിണി വന്നില്ല. അമ്മിണിക്ക് അവിടെ അവരുണ്ടായതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അവളെയാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. അവൾക്കാണ് എപ്പോഴും അസുഖമൊക്കെ ഉണ്ടാവുന്ന ആൾ. പക്ഷെ അവൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്ര നേരം വരെ ഞങ്ങൾ മോളെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. വൈകുന്നേരം ഇപ്പം 6 മണിയായിട്ടും ആളെത്തിയിട്ടില്ല. അപ്പോൾ ഇനി വരുമോ എന്നുള്ളത് അറിയില്ല, എന്താവുമെന്ന് അറിയില്ല. വൈകുന്നേരമായി, ഇനിയിപ്പോൾ രാത്രി എത്തുമെന്ന് അറിയില്ല. എൻ്റെ വ്ളോഗ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമോ അറിയില്ല. കാരണം ഇവിടെ കറണ്ട് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പം കൊറോണൻ്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് എപ്പോഴാണ് അങ്ങോട്ട് പോകാമെന്നറിയില്ല. നമുക്ക് അത്ര സേഫ് അല്ലാന്ന് തോന്നി, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് 2 മക്കളായിട്ട്. അപ്പം മറ്റാളെയാണ് ശരിക്കും കൊണ്ടുവരേണ്ടീനെ. ആൾ വന്നുമില്ല. നൈറ്റ് ആകുമ്പോൾ എങ്ങനെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആളും കൂടെ വന്നാൽ നമ്മളൊരു 1 വീക്കൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു കുട്ടി വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയില്ല, ഈവനിങ് വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അമ്മിണി വന്നു കേട്ടോ. പക്ഷേ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ട് ഞാൻ വ്ളോഗിൽ ലാസ്റ്റ് കൊടുക്കാൻ വെച്ചു. അവൾ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനമായത്.